ഹലോ, ഇന്ന് നമുക്ക് നോമ്പ് തുറപ്പിന് എന്തൊക്കെയാണ് ഇന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് പാൽപ്പൊടി കൊണ്ടൊരു പാൽ ശർബത്താണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ പാൽപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, 4 സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അത് വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് അതിൽ 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള മധുരം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അരമണിക്കൂർ നമുക്ക് പാലൊന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ പാളയത്തോടം പഴം ഞാൻ എടുത്തിട്ടുണ്ട്, അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അതെടുത്തതിന് ശേഷം നമുക്ക് ഈത്തപ്പഴം, പിന്നെ നമ്മുടെ നട്ട്സ് ഉണ്ടല്ലോ, ബദാം പരിപ്പ് എല്ലാം കൂടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പഴം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് കുറച്ച് പഴവും കുറച്ച് ഈത്തപ്പഴവും നമുക്ക് പാലും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. പേസ്റ്റാക്കി എടുത്തതിന് ശേഷം നമ്മുടെ തണുപ്പിച്ച് വെച്ചേക്കുന്ന പാലിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കുള്ള നട്ട്സുകൾ, ഈത്തപ്പഴം, ബദാം പരിപ്പ്, അതുപോലെ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ച പഴം, പിന്നെ കുതിർത്ത് വെച്ച നമ്മുടെ കസ്കസ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്ത് കഴിച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്.